എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Emperor, Three of Pentacles, World card, Nine of Pentacles, beautiful energy, Lovers, and last card വന്നിട്ട് Five of Swords, energy connections ആണ്. ഈ ഒരു മാസം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആദ്യം തന്നെ എംപറർ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം നേടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം നേടിത്തരുന്ന കാര്യങ്ങൾ, ഒരു സമൂഹത്തിൽ ഒരു പദവി പൊസിഷൻ നൽകുന്ന കാര്യം, ഇപ്പോൾ ജോലിയാവാം നിങ്ങളുടെ, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നിങ്ങൾക്കൊരു പൊസിഷൻ നേടിത്തരുന്ന കാര്യങ്ങളാവാം. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആത്മാർത്ഥത കൊണ്ട് മാത്രമൊന്നും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ ആത്മാർത്ഥത എന്നുള്ളതിൻ്റെ ഉപരി ഒരു സ്മാർട്ട് വർക്കാണ് ഇവിടെ. നമ്മൾ പണ്ട് പറയും കഠിനാധ്വാനം ചെയ്യാന്നുള്ളത്. കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷേ പലപ്പോഴും നമ്മൾ അധ്വാനിക്കുന്നത് മാത്രമല്ല, നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടവർ കാണണം. അതിനാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചില സമയങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേസമയം ഇങ്ങനെ മേലധികാരികളോ അതൊന്ന് കാണേണ്ടവർ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നിമിഷത്തേക്ക് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ മറ്റോ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങളപ്പോൾ വളരെ സത്യസന്ധരായിരിക്കും. അപ്പോൾ ആ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്ന സമയങ്ങളിൽ ഇന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ നോക്കുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കിക്കുക. അതായത് ആ സമയത്ത് ചില ആളുകൾ ബോസ് വരുന്ന സമയത്ത് ഓടിപ്പോയി വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്നുള്ളതല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് കഠിനമായിട്ട് തന്നെ, പക്ഷേ അവർ നോക്കുമ്പോഴും അവരെ കാണിക്കണം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ചൊരു സ്മാർട്ട് വർക്ക് കൂടി ആവാം എന്നുള്ളതാണ്. കാരണം പല സമയങ്ങളും മിസ്സാകുന്ന ഒരു കാര്യം ഇതാവാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ മിസ്സായി പോകുന്നത് കൂടെയുള്ള തന്ത്രപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്മാർട്ട് വർക്ക് ഉണ്ട്, പക്ഷേ അതേസമയം ഒരു ഹാർഡ് വർക്കും ചെയ്യാത്തവർ അത് തട്ടിയെടുക്കുന്ന കാരണം കൊണ്ട് കുറച്ചൊന്ന് കണ്ണിങ് ആവുന്നത് ഇവിടെ നല്ലതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണിങ് എന്നതിലുപരി നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല, പക്ഷെ അവരെ കാണിക്കുക കൂടി ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം നിങ്ങൾ കുറച്ചധികം ഈ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ പൊളിറ്റിക്സ് കുറച്ച് തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് പിന്നെ ഒരു പാർട്ടിയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ജനസേവനം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാം, പക്ഷേ അതേസമയം തന്നെ ചില കാര്യങ്ങളിൽ വ്യക്തികൾ, അതായത് നമ്മൾ കൂടെ നിൽക്കുന്നത് ആരാണോ അല്ലെങ്കിൽ ആരുടെ കൂടെ ആരുടെ കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഏത് തരത്തിൽ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ സാമൂഹ്യ സേവനം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില ആളുകളെ പിണക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജോലി, കരിയർ, പ്രത്യേകിച്ച് രാഷ്ട്രീയം പോലുള്ളതോ അല്ലെങ്കിൽ സെയിൽസ്, ഇതേപോലെ ബോണസ്, ഇൻസെൻറ്റീവ്സ് ഒക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ജോലിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതൊക്കെ കിട്ടിത്തുടങ്ങുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതും മനസ്സിലാകുന്നുണ്ട് എന്ത് എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയം ആണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സ് നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയാകാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആ ഒരു മൈൻഡിൽ നിന്ന് ഇത് മാറ്റുക. അതായത് എനിക്ക് പറ്റില്ല എന്നുള്ളത്, കാരണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സെൽഫ് വർത്ത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് നിങ്ങളത് അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പല ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട്, അതായത് സൗഹൃദങ്ങളായിരിക്കാം, മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ വീട്ടിലുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും രീതികളും അവരോടുള്ള സമീപനവും, സഹജീവികളോട്, ഇപ്പോൾ നിങ്ങളുടെ മൃഗങ്ങളോട്, പക്ഷികളോട് അല്ലെങ്കിൽ പ്രകൃതിയോടൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ സമൂഹ ജീവിയാണപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ചില ആളുകളുടെ ചിന്താധാര തന്നെ മാറുന്നതാണ്. അപ്പോൾ പ്രകൃതിയെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെടുത്തി, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയോ റിസർച്ചോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘടനയുടെ ഭാഗമായിട്ട് പോരാടുന്നതിൻ്റെയൊക്കെ ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ കൃഷിയിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പലതും സ്വന്തമായിട്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന രീതിയിലേക്ക്, അപ്പോൾ കുറച്ചുകൂടി സ്വയം പര്യാപ്തത നേടുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ കുട്ടികളാണെന്നോ അല്ലെങ്കിൽ സ്വയം ഒന്നും ചെയ്യാറായിട്ടില്ലെന്നോ ചിന്തയെ മറികടന്ന് നിങ്ങൾ പലതും സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ സ്വന്തം കാര്യം നോക്കാത്ത പല അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ചെയ്യാത്ത പലരും സ്വയം പര്യാപ്തത നേടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നെ കൂട്ടായ്മയുടെ ഒരു വിജയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലോ മറ്റൊക്കെ മുന്നോട്ടേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ സാധ്യതകൾ നൽകുന്ന ഒരു മാസം കൂടിയിട്ടാണ്. പാർട്ട്ണർഷിപ്പിൽ വിജയ സാധ്യതകൾ കൂടുതൽ കാണിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫാമിലി ലൈഫ് വളരെ സന്തുഷ്ടമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പ്രണയത്തോടു കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, കുറച്ചധികം നാളായിട്ട് ജോലി സംബന്ധമായിട്ടും മറ്റുമൊക്കെ തിരക്കുകൾ കാരണം നിങ്ങൾക്ക് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്തിടയ്ക്കായിട്ടൊരു ഈർഷ്യയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു സെൽഫ് ലവിൻ്റെ ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വയം സ്നേഹിച്ച് തുടങ്ങുന്നു എന്നുള്ളത്. നിങ്ങൾ സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം വളരെ സുന്ദരമായിട്ട് തോന്നും, എല്ലാത്തിനെയും നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങും. ആ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ലൊരു ഫീൽ ഗുഡ് തോന്നുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പല കാര്യങ്ങളുടെ പര്യവസാനം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിസ കാര്യങ്ങൾ അതിൻ്റെ ടൈം എൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടോ വിസയോ അങ്ങനെ വർക്ക് പെർമിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളുടെയും പര്യവസാനമാകാം. അപ്പം അത് നിങ്ങൾക്കൊരു നഷ്ടത്തിലേക്കോ നെഗറ്റിവിറ്റിയിലേക്കോ അല്ല, ഈ ഒരു പര്യവസാനത്തിന് ശേഷം പുതിയൊരു തുടക്കമാണ്. അപ്പോൾ പലരും അത് റിന്യൂ ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് റിന്യൂ ചെയ്യുന്നത്, ഇപ്പോൾ അവസാനിക്കുന്ന പീരീഡ് കഴിയുന്ന കാര്യങ്ങൾ റിന്യൂ ചെയ്യുന്നതിനേക്കാൾ പുതിയതായിട്ട് എന്തെങ്കിലും നോക്കുന്നതാണ് നിങ്ങൾക്ക് സാധ്യത കാണിക്കുന്നത്. അപ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റാൻ സാധ്യതകൾ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അത് എല്ലാവരിലും അങ്ങനെയാണെന്നല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് തന്നെ ഇത് റിന്യൂ ചെയ്യണോ അതോ വേറെ നോക്കണോ, അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയത് മറ്റെന്തെങ്കിലും നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ചാൻസസ് കുറവായിരിക്കും അത് റിന്യൂ ആയിട്ട് കിട്ടുക എന്നുള്ളത്. പുതിയ ജോലിയാണെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ന് വെച്ചിട്ടെല്ലാം എളുപ്പമാണ് എന്ന് ഒരിക്കലും പറയില്ല. കാരണം 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ചാലഞ്ചസ് ഉണ്ട്, തെറ്റിദ്ധാരണകൾ, കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് ജോലിയും ഇങ്ങനെയുള്ള വിസ ഡോക്യുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനർത്ഥം അത് നെഗറ്റീവാണ് എന്നുള്ളതല്ല, പക്ഷേ അതൊരു ചലഞ്ചാണ്. അപ്പോൾ ചലഞ്ച് വരാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന ഈ വഴി അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഈ വഴിയാണോ ഇനിയും പോകേണ്ടതോ, ഈ ഒരു യാത്ര ഇവിടെ അവസാനിച്ചോ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു യാത്ര ഇവിടെ അവസാനിച്ചോ എന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക.
അല്ലാത്ത പക്ഷം നിങ്ങളായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു ഡിസാസ്റ്ററിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫോഴ്സ്ഡ് ആണ് ആ പുതിയൊരു കാര്യം തേടി പോകാൻ. അപ്പോൾ അതിനെ വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രായമായിട്ടുള്ളവരെയും മറ്റും ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് നല്ല സമയമാണ്. കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളതും തൃപ്തികരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.